സിറ്റുവേഷൻ അനുസരിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലും അസാമിലും നടന്ന ഇലക്ഷൻ്റെ ഒരു ഏകദേശ ധാരണ ആൾക്കാർക്കുണ്ട്. അത് കേരളത്തിൽ UDF മേൽക്കമയുണ്ടെന്ന് പൊതുവെ CPM പോലും അംഗീകരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറിക്കഴിഞ്ഞു. ആസാമിൽ അതുപോലെ തന്നെ ആസാമിൽ ടച്ച് ആൻഡ് ഗോ, അതായത് BJP തോൽക്കാനും സാധ്യതയുണ്ട്, ജയിക്കുവാണെങ്കിൽ തന്നെ അത് നാരോ മാർജിനിലായിരിക്കും എന്ന് ഒരു ഇൻഫർമേഷനാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ബംഗാളിൽ എന്തൊക്കെ പറഞ്ഞാലും മമതാ ബാനർജി എന്ന കടമ്പ കടക്കാൻ BJPക്ക് വളരെ ദുഷ്കരമായിരിക്കും എന്നാണ് ഇതുവരെയുള്ള എല്ലാ റിപ്പോർട്ടുകളും പറയുന്നത്. പിന്നുള്ളത് തമിഴ്നാട്ടിൽ പൊതുവെ എല്ലാവരും കരുതുന്നത് തമിഴ്നാട്ടിൽ DMKക്ക്, അതായത് ഞാൻ പിണറായിയുടെ ഒരു പോൾ ഓഫ് പോൾസ് സർവേ കണ്ടു, അതിലെല്ലാവരും DMK സഖ്യത്തിന് മെജോറിറ്റി കൊടുക്കുകയാണ് എല്ലാ പോൾസും, ഇതുവരെ നടന്ന എല്ലാ ഒപ്പീനിയൻ പോൾസും. അപ്പം ഇത് കാണിക്കുന്നത് BJPക്ക് 5, പുതുച്ചേരിയിലും അതുപോലെ തന്നെ കോൺഗ്രസ് DMK അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിനാണ് പറയേണ്ടത്. അതിൽ 5-ൽ 4 BJP തോൽക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറ്റുവേഷൻ ഇന്ത്യ ബ്ലോക്കിൻ്റെ കഴിഞ്ഞ ഡീലിമിറ്റേഷൻ ബിൽ, വുമൻസ് ബില്ലെന്ന് പോലും ഞാൻ പറയത്തില്ല, ഡീലിമിറ്റേഷൻ ബിൽ തോറ്റതിൽ പിന്നെ പാർലമെൻറ്റിൽ കമ്പൈൻഡ് ഓപ്പോസിഷൻ എന്ന ഇന്ത്യ ബ്ലോക്ക് അത്ര ലൂസാണെങ്കിലും അവരുടെ ശക്തി പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് ഇനി BJPക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ബില്ല് ഇന്നത്തെ സിറ്റുവേഷനിൽ ലോക്സഭയിൽ സാധ്യമല്ലെങ്കിൽ രാജ്യസഭയിലെ അവരെന്തൊക്കെ ചെയ്താലും ലോക്സഭ പാസ്സാക്കിയില്ലെങ്കിൽ നിയമമാകില്ല. അതായത് BJPക്ക് അവരുടെ ഇതുവരെയുള്ള രാഷ്ട്രീയ മേൽക്കോയ്മയെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് ഒപ്പോസിഷൻ മാറാൻ സാധ്യതയുണ്ട് എന്നാണ് രീതിയിലെ ഒരു വിലയിരുത്തൽ. ചിദംബരം അതിനെപ്പറ്റി ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയിരുന്നു. ഇതിന് BJPക്ക് 2 ഓപ്ഷനാണ്. ഒന്ന്, അവർ അഗ്രസീവായിട്ട് പഞ്ചാബും UPയും അവരുടെ അഗ്രസീവ് ഹിന്ദുത്വ അജണ്ട വെച്ച് പിടിക്കാൻ നോക്കുക. മറ്റൊന്ന്, അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫോളുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ 10-15 വർഷം 12 വർഷം ആകുമ്പോൾ ഒരു ആന്റി ഇൻകംബൻസി നാച്ചുറലാണ്, അതിന് അടിമപ്പെടുക. ഇത് രണ്ടും അവർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? BJPയെ പോലെ മോദി ഷാ താങ്കൾ പറയുന്നത് ദോവാൽ ആ ട്രയം അങ്ങനെ പരാജയങ്ങളെ അങ്ങനെ സൗമ്യമായി എടുക്കുന്നവരല്ല. അതുകൊണ്ട് നമ്മളൊക്കെ പ്രതീക്ഷിക്കേണ്ടത് ഒരു അഗ്രസീവ് BJP ഹിന്ദുത്വ മുഖമാണ് വരുന്ന ദിനങ്ങളിൽ എന്നല്ലേ സാർ തോന്നുന്നത്? ചെറിയാൻ പറഞ്ഞ ഒരു വിലയിരുത്തൽ ശരിയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ പോണ്ടിച്ചേരിയും മാഹിയും നമുക്ക് മാറ്റിവെച്ചാലും 2 പ്രധാനപ്പെട്ട തെക്കൻ സംസ്ഥാനത്തും 2 വളരെ പ്രധാനപ്പെട്ട അതിർത്തി സംസ്ഥാനങ്ങളായ ബംഗാളിലും ആസാമിലും ഉള്ള ഈ തെരഞ്ഞെടുപ്പ് BJP അവർ ഈ തെരഞ്ഞെടുപ്പിൽ പുറത്തു വരുന്നത്, എത്ര അവരുടെ ആത്മവീര്യം എങ്ങനെയായിരിക്കും ഇതിന് ശേഷം എന്നുള്ളത് നമ്മളുടെ ഭാവി നിർണ്ണയിക്കും. സംശയമില്ല. കാരണം ഞാൻ പറയുന്നത് 4 സംസ്ഥാനങ്ങളാണെങ്കിലും ഈ 4 സംസ്ഥാനങ്ങൾക്കും RSS ഹിന്ദു രാഷ്ട്രവാദത്തിലെ ഒരു പ്രധാന പങ്ക് ഈ ഘട്ടത്തിലുണ്ട്. ഒന്ന്, ബംഗാൾ, ആസാം അതിർത്തി സംസ്ഥാനങ്ങൾ, 2ഇടത്തും മുസ്ലിം ന്യൂനപക്ഷങ്ങളും അവർ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നമായി അവതരിപ്പിക്കുന്ന നുഴഞ്ഞു കയറ്റക്കാരുടെ സ്ഥലവുമായ 2 സംസ്ഥാനങ്ങൾ, മുസ്ലിം മിയ ഇവരുടെ സംസ്ഥാനങ്ങൾ. 2 അവരുടെ ഹിന്ദുത്വ ബ്രാഹ്മണിക്കൽ സംസ്കാരത്തിന് ഇനിയും വേരുറപ്പിക്കാൻ കഴിയാത്ത തമിഴ്നാടും കേരളവും. ഒരു വലിയ അർത്ഥത്തിൽ കേരളത്തിൽ അവർ സാധിച്ചിട്ടുണ്ട് സാംസ്കാരികമായി. എങ്കിൽ രാഷ്ട്രീയമായി അവരുടെ RSSന്റെ ഹിന്ദുത്വ സംസ്കാരം അതിന്റെ വളർച്ചയ്ക്ക് അനുഗുണമായ തെരഞ്ഞെടുപ്പ് ബലം ഉണ്ടാക്കാൻ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് BJPക്ക് ജയിക്കാൻ വേണ്ടി
ഇന്ത്യയുടെ പാർലമെന്റിനെയും അതിന്റെ ലോക്സഭാ മണ്ഡലങ്ങളെയും മാറ്റിയെടുക്കേണ്ടത് എന്നതിന്റെ ഒരു കുതന്ത്രം നമ്മൾ പരസ്യമായി കണ്ടു. അത് കഴിഞ്ഞ് അതിന്റെ നിഴലിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മൾ SIR കണ്ടു, അതിന്റെ നിഴലിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുസ്ലിങ്ങളെ രണ്ടാംകിട പൗരന്മാരാക്കുന്ന CAA കണ്ടു. കാശ്മീരിനെ ഇന്ത്യക്ക് പൂർണ്ണമായി വിധേയമാക്കുന്ന നിയമനിർമ്മാണം കണ്ടു. മുസ്ലിങ്ങളുടെ പള്ളി പൊളിച്ച് അവിടെ അമ്പലം പണിച്ച് അത് സർക്കാർ ചിലവിൽ അതിന്റെ ആരാധന കണ്ടു. നിരവധി മുസ്ലിങ്ങളും പ്രതിഷേധിക്കുന്ന യുവാക്കളും ജയിലിൽ ആണ്. രാഷ്ട്രീയ തടവുകാരുടെ എണ്ണം ലോകത്തെവിടെയുള്ളതിനേക്കാൾ ഇന്ന് ഇന്ത്യയിൽ കൂടുതലാണ്. UAPA തുടങ്ങിയ നിയമങ്ങൾ നിരവധി പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഒരു കാര്യം കൂടി താങ്കൾ ഈ പറയുന്ന അപകടത്തിന്റെ സൂചന പറയാം. ഈ നടക്കാൻ പോവുകയാണ് ഗുജറാത്ത്. ഇത് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഗുജറാത്തിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നുണ്ട്. അവിടെ ഇപ്പോൾ തന്നെ ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി മതിയെന്ന് RSSും BJPയും തീരുമാനിച്ച് 700 മണ്ഡലങ്ങളിൽ ഏക സ്ഥാനാർത്ഥി BJP ആക്കി കഴിഞ്ഞു. അതന്നെ. മാത്രമല്ല, താങ്കൾ മുസ്ലിം മൈനോറിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ മുസ്ലിം കോറിഡോർ എന്ന് പറയുന്നത് ആസാം, ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശാണ് മെയിൻ. അതായത് അവര് മുസ്ലിങ്ങൾക്ക് 20% കൂടുതലുള്ളത് ഏകദേശം 95 സീറ്റുകളുണ്ട്. അതിൽ ഒരു 75 ഈ കോറിഡോറിലാണ്. അവിടെ ബംഗാളിലും അസാമിലും BJP വരുവാണെങ്കിൽ, അതായത് മുസ്ലിം ബെൽറ്റ്, ഇന്ത്യയുടെ മുസ്ലിം കോറിഡോർ അവർ പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ, അതായത് ഈ ഇന്ത്യൻ മൈനോറിറ്റി എന്ന് പറയുന്ന ആൾക്കാരെ അവർ പൊളിറ്റിക്കലി നിഷ്പ്രഭമാക്കണം. ഇപ്പം തന്നെ BJP ഒരു മുസ്ലിമിനും നോമിനേറ്റ് ചെയ്യാറില്ല അസംബ്ലിയിലേക്കോ പാർലമെന്റിലേക്കോ. വല്ലപ്പോഴും ആരെങ്കിലും 1 or 2 രാജ്യസഭയിൽ കൊണ്ടുവന്നെങ്കിലായി ഒരു മരുന്നിന് വേണ്ടി എന്ന് പറയത്തില്ലേ മലയാളത്തിൽ, അതാണ്. അപ്പോൾ അത് കാണിക്കുന്നത് അത് അവരുടെ ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള അവരുടെ വഴി അവർ ശരിക്കും വെട്ടി തെളിക്കുകയാണ്. അത് ഈ നമ്മുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കാര്യം അവിടെ ഇരിക്കട്ടെ, പക്ഷെ ഈ ആസാമിലെയും ബംഗാളിലെയും ജനവിധി അവർക്ക് അനുകൂലമാണെങ്കിൽ, അതായത് പിന്നെ മാത്രമല്ല ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ അവർ ഏകദേശം സൗത്ത് ഒഴിച്ച്, പിന്നെ ഹിമാചൽ എന്ന് പറയുന്ന ഇട്ടാവട്ടവും കാശ്മീരും എന്ന ഇട്ടാവട്ടവും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി അവർ ഏത് നിമിഷവും ഇപ്പോൾ താഴെയിടാം പ്രസിഡന്റുകൾ പ്രഖ്യാപിക്കാം എന്നാണ് പറയുന്നത്. അതായത് ഏകദേശം ഇന്ത്യയുടെ ജിയോഗ്രഫിക്കലി BJP ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറി. അതായത് ഞങ്ങൾ പല ഇലക്ഷൻ വാച്ച് ഗ്രൂപ്പുകളും ഡൽഹിയിലുണ്ട്. അവരൊക്കെ പറയുന്നത് ഇന്നത്തെ ഈ ഡാറ്റ മാനിപ്പുലേഷൻ സാധിക്കുന്നത് ഡീലിമിറ്റേഷൻ ഇല്ലാതെ തന്നെ, അതായത് EVM വഴി വോട്ട് ചെയ്യുമ്പോൾ ഓരോ ബൂത്തിലും ആർക്കൊക്കെ വോട്ട് ചെയ്തു, ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്തു, ആ പഞ്ചായത്ത്, ആ ബൂത്ത് ഒക്കെ അവർക്ക് കൃത്യമായി അറിയാൻ പറ്റും. അതായത് ഇതെല്ലാം ടാബുലേറ്റഡ് ആണ് കമ്പ്യൂട്ടറിൽ. അതാണ് ഡേറ്റ അനലൈസ് ചെയ്താൽ എവിടെയാണ് CPM-ന് ശക്തിയുള്ളത്, കോൺഗ്രസിന് ശക്തിയുള്ളത്, DMK-ക്കുള്ളത്, TMC-ക്കുള്ളതെന്ന് അവർക്ക് കൃത്യമായി അറിയാം. അവിടെയാണ് അവർ FIR-ഉം ഈ ഡാറ്റ മാനിപ്പുലേഷനും ഇപ്പോൾ പ്രയോഗിക്കുന്നത്. അതാണ് വളരെ സത്യം. ഇത് നമ്മൾ ജനങ്ങളോട് എങ്ങനെ വിശദമായി പറഞ്ഞു കൊടുക്കും എന്നുള്ളത് ജനാധിപത്യവാദികളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. താങ്കൾ ഈ പറയുന്ന ഗ്രൂപ്പ് തലത്തിലാണ് ഇത് നടക്കുന്നത്. ഇത് എല്ലായിടത്തും ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്. ഇതുകൊണ്ടാണ് താങ്കൾ ഓർക്കുമെങ്കിൽ മമതയുടെ ഏജൻസിയായ പാക്കിനെ അവർ റെയ്ഡ് ചെയ്തു. ഓർമ്മയുണ്ടോ? താങ്കൾക്ക് അറിയാമല്ലോ. അത് വളരെ സൂക്ഷ്മമായ വിവരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ വലിയ ഒരു മാഫിയ ഓപ്പറേഷൻ, സൂക്ഷ്മതത്തിൽ നടക്കുന്ന മാഫിയ ഓപ്പറേഷനായി ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് മാറിയിരിക്കും.